സയൻസ് സെന്റർ നിയർ പോസ്റ്റ് ഓഫീസ്, എടോടി, വടകര. CPM കോഴിക്കോട് ജില്ലാ സമ്മേളനത്തോടനുബന്ധിച്ച് 10 ദിവസങ്ങളിലായി വടകര സാംസ്കാരിക ചത്വരത്തിൽ നടത്തിയ അനുബന്ധ പരിപാടികൾ സമാപിച്ചു. സമാപന ദിവസം ഗാന്ധിവധത്തിൻ്റെ രാഷ്ട്രീയ മാനങ്ങൾ എന്ന വിഷയത്തിൽ പ്രശസ്ത ചരിത്ര ഗ്രന്ഥകാരൻ P. ഹരീന്ദ്രനാഥ് പ്രഭാഷണം നടത്തി. നൂറുകണക്കിന് കുട്ടികളെയും സ്ത്രീകളെയും തട്ടിക്കൊണ്ടുപോവുകയുണ്ടായി. ഉർവശി ബൂട്ടാലി എഴുതിയ ദ അതർ സൈഡ് ഓഫ് സൈലൻസ്, മൗനത്തിൻ്റെ മറുപുറം എന്ന പുസ്തകം ആ കഥയാണ് പറയുന്നത്. തട്ടിക്കൊണ്ടുപോകപ്പെട്ട സ്ത്രീകളെ രണ്ട് രാജ്യങ്ങളിലെയും മൃഗീയമായ സംസ്കാരം മനസ്സിൽ സൂക്ഷിച്ച 3 മതവിഭാഗങ്ങളിലും പെട്ട ഹിന്ദു, സിഖ്, മുസ്ലിം മതമൗലികവാദികൾ നഗ്നകളാക്കി നിർത്തി മൂർച്ചയേറിയ വാളുകൊണ്ട് നമ്മുടെ സഹോദരിമാരുടെ, എല്ലാം നമ്മുടെ സഹോദരിമാരാണ്, അവരുടെ മാറിടം അരിഞ്ഞ് ചിരട്ട വെക്കുന്നത് പോലെ നിരത്തുകളിൽ വെച്ച് പോലും ആലോചിച്ച് നോക്കുക. 3 മതവിഭാഗങ്ങളിലും പെട്ട മതമൗലികവാദികൾ അവരവരുടെ ശക്തി കേന്ദ്രങ്ങളിൽ നിന്ന് എതിർ സമുദായമില്ല, എല്ലാ മനുഷ്യരും ഒന്നാണ്, ആട്ടിയോടിക്കാൻ വേണ്ടി അവർ കണ്ടെത്തിയ ഒരു മാർഗം അവരവരുടെ ചെറിയ തെരുവുകളിൽ, വീടിനടുത്തുള്ള തെരുവുകളിൽ വലിയ ഉരുളി പോലത്തെ പാത്രത്തിൽ നിറയെ വെളിച്ചെണ്ണ നിറച്ച് വെളിച്ചെണ്ണ തിളപ്പിച്ച് ആ തിളക്കുന്ന വെളിച്ചെണ്ണയിൽ ഹിന്ദുക്കൾ മുസ്ലിങ്ങളെയും, മുസ്ലിങ്ങൾ ഹിന്ദുക്കളെയും, സിഖുകാർ മുസ്ലിങ്ങളെയും വീടുകളിൽ കയറി മുല കുടിക്കുന്ന ചെറിയ കുഞ്ഞുങ്ങളെ ബലാത്കാരമായി പിടിച്ചുകൊണ്ടുപോയി ആ തിളക്കുന്ന വെളിച്ചെണ്ണയിലിട്ട് പൊരിച്ചു പോലും. ചിന്തിക്കാൻ പറ്റുമോ നമുക്ക്? ഇതാണ് വർഗീയത എന്ന് പറയുന്നത്. വർഗീയത വാട്സപ്പിൽ ഇങ്ങനെ ഞെക്കി അറിയേണ്ട ഒരു കാര്യമല്ല, ചരിത്രത്തിലേക്ക് നമ്മൾ തിരിച്ചു പോകണം എന്നുള്ളതാണ്. സ്വാതന്ത്ര്യലബ്ധിക്ക് ശേഷമുള്ള ആ കത്തിക്കാളുന്ന കാലത്ത് പുതിയ രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ താൻ ഒരേ സമയം അനിവാര്യനും ഒരേ സമയം അധികപ്പറ്റുമാണെന്ന് ഗാന്ധി തിരിച്ചറിയുന്നുണ്ട്. എല്ലാ അധാർമികതകൾക്കുമെതിരെ ഗാന്ധി തൻ്റെ അവസാനത്തെ ഉപവാസം 1948 ജനുവരി 13 ആരംഭിക്കുകയാണ്. മരണം വരെയുള്ള ഉപവാസം, 78 വയസ്സ് ഗാന്ധിക്ക്. ഗാന്ധി ഉപവാസം ആരംഭിച്ച വാർത്ത ലോകമെങ്ങും ടെലിപ്രിൻ്ററുകളിലൂടെ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് പൂനെയിലെ ഹിന്ദുരാഷ്ട്ര എന്ന് പറയുന്ന പത്രത്തിൻ്റെ ആഫീസിൽ 2 പേരിരിക്കുന്നുണ്ട്. ഒന്ന് നാഥുറാം വിനായക് ഗോഡ്സെ, 2 നാരായൺ ദത്താത്രേയ ആപ്തെ. ടെലിപ്രിൻ്ററിലൂടെ ഇങ്ങനെ പുറത്തേക്ക് വന്ന ആ കടലാസ് ചീന്തിയെടുത്ത് നാഥുറാം വിനായക് ഗോഡ്സെ വായിക്കുകയാണ്, ഗാന്ധി സ്റ്റാർട്ടഡ് ഫാസ്റ്റ്. അത് വായിച്ച ഉടൻ തന്നെ ഗോഡ്സെ ആപ്തയോട് പറയും, നമുക്ക് ഗാന്ധിയെ വധിക്കണം. ചർച്ച അഡ്വക്കേറ്റ് PM സുരേഷ് ബാബു ഉദ്ഘാടനം ചെയ്തു. പരിപാടിയിൽ രാജേഷ് പുതുശ്ശേരി സ്വാഗതം പറഞ്ഞു. നഗരസഭ വൈസ് ചെയർമാൻ PK സതീശൻ മാസ്റ്റർ അധ്യക്ഷനായി. ചടങ്ങിൽ P. പ്രദീപ് കുമാർ, മുക്കോലക്കൽ ഹംസ, സോമശേഖരൻ, വിദോഷ് ബാങ്ക്രോഡ് തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് പ്രശസ്ത മജീഷ്യൻ സനീഷ് വടകര അവതരിപ്പിച്ച മാജിക് ഷോയും അരങ്ങേറി.